ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു സ്പൈസി വെണ്ടയ്ക്ക വറുത്തതാണ്. അപ്പോൾ ചോറിനൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 1/2 കിലോ വെണ്ട എടുത്തിട്ടുണ്ട്. വളരെ മൂപ്പ് കുറഞ്ഞ വെണ്ട തന്നെയാണ് എടുത്തിരിക്കുന്നത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേ വലിപ്പത്തിലായിരിക്കണം നമ്മൾ വെണ്ട കട്ട് ചെയ്യേണ്ടത്. ചെറുതുമല്ല വലുതുമല്ലാത്ത രീതിയിൽ. പിന്നെ അതിൻ്റെ വാൽഭാഗം നമ്മൾക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ വെണ്ടെല്ലാം കട്ട് ചെയ്ത് ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു മസാല ചേർക്കാൻ വേണ്ടി ഒരു 1.25 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്കൊരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1/2 സ്പൂണ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്കൊരു 1/4 സ്പൂണ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്യാൻ വെള്ളം ഒഴിക്കുന്നില്ല, പകരം പുളി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3 സ്പൂൺ അളവിൽ അതിന് മസാലയ്ക്ക് കണക്കാക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ചതച്ച വെള്ളുള്ളി, അതായത് തോലോടുകൂടി ചതച്ച വെള്ളുള്ളി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ നല്ലതുപോലെ ഒന്ന് ആ സ്പൂൺ കൊണ്ട് ആദ്യം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിന് മസാല കൂട്ടുന്ന സമയത്ത് ആദ്യം മസാല കൂട്ടിയിട്ട് വെണ്ടയിൽ ഇടരുത്. വെണ്ടയുടെ മേലെ നമ്മൾക്ക് അത് മസാല കൂട്ടി കഴിഞ്ഞാൽ നല്ലതുപോലെ നമുക്കതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കൈ കൊണ്ട് കൂടി ഞാനതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ആ വെള്ളുള്ളിയെല്ലാം ചതച്ചിട്ടുകൊണ്ട് തന്നെ അത് മുരിഞ്ഞ് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു 10-15 മിനിറ്റ് അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഒരല്പം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിലിടുക. ചൂടാവുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ മീൻ പൊരിച്ചെടുക്കുന്ന മാതിരി തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾക്ക് എണ്ണ വളരെ കുറച്ച് മാത്രം മതിയാവും. ഇതേപോലെ ഷാലോ ഫ്രൈ ആയിട്ട് നമ്മൾക്കത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വെണ്ടയെല്ലാം ഒന്ന് അടിഭാഗം ഒന്ന് മുരിഞ്ഞ് സെറ്റായതിന് ശേഷം നമ്മൾക്ക് അതൊന്ന് പതുക്കൊന്ന് ഇളക്കി ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും തൈര് സാദത്തിൻ്റെ കൂടെയൊക്കെ ഇത് അടിപൊളി റെസിപ്പി ആയിരിക്കും. അപ്പോൾ അതാ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം വെണ്ടയൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് സെറ്റായി നല്ല ചുരുങ്ങി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ വെണ്ടയെല്ലാം വെന്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ 2 മിനിറ്റ് അവിടെ വെച്ചതിന് ശേഷം മാത്രം ആ താവയിൽ നിന്ന് നമ്മൾ വേറെ പാത്രത്തിലേക്ക് പകർത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി വെണ്ട ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് കൂടി ഞാൻ അതേ താവയിൽ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം വീണ്ടും ഒരു 1.5 സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ ചൂടാകുന്ന സമയത്ത് ബാക്കി വെണ്ട കൂടി അതേപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തുള്ളൂ, കാരണം ഇനി അത് ബാക്കി വരാതിരിക്കാനാണ്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ അല്പം അതിൻ്റെ മേലെ കൂടെ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതേപോലെ ഒന്ന് റെസിപ്പി നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. വെണ്ടയ്ക്ക് എല്ലാവരും വറുക്കുന്നതാണ്, എന്നാൽ ഇതേ ടൈപ്പിലൊന്ന് മസാല ചേർത്തൊന്ന് വറുത്ത് നോക്കുക. പുളിവെള്ളവും അതേമാതിരി തന്നെ വെള്ളുള്ളി ചതച്ചതെല്ലാം. ഇപ്പോൾ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് നമ്മൾക്കത് രണ്ടാമതും പൊരിച്ചെടുത്തു. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇന്നിപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ ഒരു കടച്ചക്ക കറിയുണ്ട്, കൂടെ കുറച്ച് തൈരും പിന്നെ ഈ ഒരു വെണ്ടയ്ക്ക ഫ്രൈയുമാണ്. അപ്പോൾ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.